നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയക്രമം നിശ്ചയിച്ച രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീംകോടതി അടുത്ത മാസം 19-ന് വാദം കേൾക്കും. റഫറൻസ് നിലനിൽക്കുമോ എന്നതിൽ പ്രാഥമിക വാദമാണ് കേൾക്കുന്നത്. രണ്ടാഴ്ചക്കുള്ളിൽ വാദങ്ങൾ എഴുതി നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് സുപ്രീംകോടതിയുടെ തീരുമാനം. അരവിന്ദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അരവിന്ദ്, അടുത്ത മാസം വാദം കേൾക്കുമെന്നാണോ അറിയുന്നത്? നഫൽ, 3 മാസത്തെ സമയപരിധിയായിരുന്നു രാഷ്ട്രപതിക്കും ഗവർണർക്കും നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി അനുവദിച്ചത്. ഇതിനെതിരെയായിരുന്നു രാഷ്ട്രപതി തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് 14 ചോദ്യങ്ങൾ ഉന്നയിച്ചത്. അതിൽ കൃത്യമായൊരു വിശദമായ വാദം കേൾക്കുവാൻ തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 19-ന് ഭരണഘടനാ ബെഞ്ച് വിശദമായ വാദം കേൾക്കുമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 19-ന് മുൻപ്, അതായത് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വിശദമായ വാദങ്ങൾ ഇരു കക്ഷികളും, എതിർകക്ഷികളും അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ രേഖാമൂലം എഴുതി നൽകണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 12-നകം തന്നെ ഇത് സമർപ്പിക്കണമെന്നും സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 4 ദിവസമായിരിക്കും കേന്ദ്രം ഇതിൽ ഒരു വാദം ഉന്നയിക്കുക. പിന്നീട് 4 ദിവസം എതിർകക്ഷികൾ. നമുക്കറിയാം, ആദ്യം കേരളവും പിന്നീട് തമിഴ്നാട് സർക്കാരും ഈ റഫറൻസിൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആദ്യം പ്രധാനമായും കേന്ദ്രമായിരിക്കും ആദ്യം വാദം ഉന്നയിക്കുക. ആ തീയതികൾ ഇപ്രകാരമാണ്: ഓഗസ്റ്റ് 19, 20, 21, 26 തീയതികളിൽ കേന്ദ്ര സർക്കാർ ഒരു വാദം പൂർത്തിയാക്കും. റഫറൻസിനെ എതിർക്കുന്ന കക്ഷികൾ ഓഗസ്റ്റ് 28, സെപ്റ്റംബർ 2, 3, 9 തീയതികളിലായിരിക്കും ആ വാദം കേൾക്കുക. റഫറൻസ് നിലനിൽക്കുമോ എന്നതിലാണ് ആദ്യമായി ഒരു പ്രാഥമിക വാദം കേൾക്കുക. കാരണം രാഷ്ട്രപതി അടക്കം ഈ റഫറൻസിലൂടെ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം, സുപ്രീം കോടതിക്ക് ഇത്തരം ഒരു സമയപരിധി നിശ്ചയിക്കാനുള്ള അധികാരമുണ്ടോ എന്നൊരു ചോദ്യം പ്രധാനമായും രാഷ്ട്രപതി റഫറൻസിലൂടെ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും വിശദമായ വാദം കേൾക്കുവാൻ തന്നെ സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 19-ന് വാദം ആരംഭിക്കും. നൗഫൽ.